ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് മൈക്രോ എസ് യു സെഗ്മെന്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച ഹ്യുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇത് അവൻ മേടിച്ചിട്ട് 8 മാസത്തോളം ആകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 ലക്ഷത്തിൻ്റെ വണ്ടിയിൽ എത്രമാത്രം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഹ്യുണ്ടായി കാണിച്ചു തന്ന ഒരു വണ്ടിയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സിലോട്ട് നമുക്ക് വരാം. ഡിസൈൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വണ്ടിയാണിത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു SUV സ്റ്റാൻഡ്സ് ഉള്ള വണ്ടിയാണെങ്കിലും വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഒരു ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ കമ്പോണൻസും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എയർ വെൻ്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ഭയങ്കര പ്രത്യേകിച്ച് ഒരു ഹോൾസ് നമുക്കൊന്ന് എടുത്ത് നോക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഹോൾസ് കാണത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ H എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ അവരിവിടെ ഈ DRL കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് കാണുന്നതും. പിന്നെ ഈ എക്സ്റ്റർ എന്ന് ഉള്ള ഈ ഒരു ബാഡ്ജിങ് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാം. അത് കൂടാതെ ഇതിനൊരു ബാഷ് പ്ലേറ്റ് അല്ല, ആക്ച്വലി ഇത് ഫംഗ്ഷൻ അല്ല, പക്ഷെ അത് ബാഷ് പ്ലേറ്റ് എന്ന് തോന്നത്തക്ക രീതിയിലൊരു അത് ആക്ച്വലി ഫൈബറാണ്. അത് ആ ഒരു എലമെൻറ്റും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മൈക്രോ SUV വണ്ടിയാണ്. ഒരു SUV സ്റ്റാൻഡ്സും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ 3815 ലെങ്ത്തും 1700 വിഡ്ത്തും 1600 ഹൈറ്റും വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം ഇത് എത്ര കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ട്രാഫിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇതിൻ്റെ ഓവറോൾ ഒരു സൈസ് വെച്ചിട്ട് ഏത് ഒരു ഇടുങ്ങിയ സ്ഥലത്തുകൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു സൗകര്യം നമുക്കിത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു SUV സ്റ്റാൻഡ്സും ഉണ്ട്, എങ്കിൽ നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ, വളരെ ഒതുക്കത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്, പിന്നെ സൺറൂഫ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു പ്രീമിയം ക്ലാസ് വണ്ടികളിൽ വരുന്ന രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് ഇവർ ആഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലോട്ട് വന്നു കഴിഞ്ഞാൽ 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം ഒരു മൈക്രോ SUV സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ചെറിയ നമുക്ക് പാച്ചി റോഡിൽ കൂടെയൊക്കെ ഓടിച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണത്. പിന്നെ സൈഡിലോട്ട് വന്ന ഈ മിററിൽ ചെറിയ അറ്റൻഷൻ ടു ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം മിററിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഓട്ടോ എന്ന് എഴുതി വെച്ചേക്കുന്നത് ഇതൊരു ഓട്ടോ ഗിയർ വണ്ടിയാണ്, MD ട്രാൻസ്മിഷൻ വണ്ടിയാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൂഫ് റെയിൽ കേട്ടോ. ഇത് വളരെ നമ്മൾ പറയത്തില്ലേ, ഒരു SUVയിൽ എങ്ങനെയാണോ കാണുന്ന അതുപോലെ തന്നെ ഒരു റൂഫ് റെയിലാണ്. ഇത് ഫങ്ഷണൽ അല്ല, എന്നാൽ പോലും അതിൻ്റെ ആ ഒരു ലുക്ക് കറക്റ്റായിട്ട് അത് നല്ല ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ലൈറ്റ്, അവിടെയും ഈ പറയുന്ന ഹ്യുണ്ടായുടെ ഒരു H അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ SX എന്ന് പറയുന്ന വേരിയന്റിന്റെ പേരാണ് കാണുന്നത്. പിന്നെ ഇതുപോലുള്ള കുറച്ച് എലമെന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലാണെങ്കിലും ഇതുപോലെയുള്ള, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ബ്ലാക്ക് ആണെന്ന് മാത്രം മനസ്സിലാവും, പക്ഷേ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ബമ്പി ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ വണ്ടിയുടെ പല ഭാഗത്തും ഉണ്ട്. ഇത് പുറയിലുള്ള ഈ ഒരു ക്ലാഡിങ്ങിലാണെങ്കിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വണ്ടിയുടെ ഒപ്പം തന്നെ ഉള്ളതാണ്, ഇതെല്ലാം എക്സ്ട്രാ ചെയ്യിച്ചൊന്നുമല്ല. പിന്നെ പുറയിലും ഈ ഒരു ബാഷ് പ്ലേറ്റ് ഉണ്ട്. ബാഷ് പ്ലേറ്റ് ഈ പറഞ്ഞ ഫൈബർ തന്നെയാണ്, പക്ഷേ ഒരു അലുമിനിയം ഫിനിഷിലാണ് അത് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഇതിന് ബാക്ക് വൈപ്പർ ഈ വേരിയന്റ് അവൈലബിൾ അല്ല, പക്ഷേ ഇതിന് ഡീഫോഗർ വന്നിട്ടുണ്ട് ബാക്ക് ഗ്ലാസ്സിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്പോയിലറാണ്. ഇത് വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ കൂടെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റും കാണാം. പിന്നെ അതിൻ്റെ മേലിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിനയും കാണാം. പണ്ടത്തെ ഒരുപ്പെട്ട എല്ലാ വണ്ടികളിലും നീണ്ടു നിൽക്കുന്ന ഒരു ആൻറ്റിനയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പം ഈ വണ്ടിയിൽ അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് ഡീറ്റെയിൽ ഫീച്ചേഴ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡിസൈനിലാണെങ്കിലും ശരി, അല്ലാതുള്ള ഫീച്ചേഴ്സിലാണെങ്കിലും ശരി, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കാം. ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ആ ഡോർ അടയുന്നതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു തമ്പിങ് സൗണ്ട് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് ഡോറിന്. സോ ബിൽറ്റ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ അവർ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാവുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീലിലെ സ്വിച്ചസ് ഉണ്ട്. അവിടെ ഈ മോഡ് ചേഞ്ച് ബട്ടൺ, പിന്നെ വോളിയം കൺട്രോള്, അതുപോലെ തന്നെ കോൾ അറ്റൻഡ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ റീസെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും അതുപോലുള്ള ഓക്കെ ക്യാൻസൽ ബട്ടൺ ഇതെല്ലാം കാണാം. പിന്നെ ക്രൂയിസ് കൺട്രോളും ഉണ്ട്.
പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ AC വെന്റിന്റെ ഒക്കെ ഡിസൈനൊക്കെ വളരെ ഒരു 3 സ്പോക്ക് ഇത് തിരിച്ചും മറിച്ചും വെച്ച പോലെയൊക്കെ ഒരു ഡിസൈനാണ്. അവിടുന്ന് മീറ്റർ കണ്ടില്ലേ, മീറ്റർ ശരിക്കും മീറ്റർ കൺസോളിന്റെ കാര്യത്തിൽ ഇവർ വളരെ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീറ്ററാണ്. അതും കളർ ഡിസ്പ്ലേ ഉള്ള ഒരു മീറ്ററാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഈ മീറ്റർ എല്ലാ വണ്ടിയിലും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റൈഡേഴ്സ് ആംഗിളിൽ നോക്കുമ്പോൾ മീറ്റർ കൺസോൾ എന്ന് പറയുന്ന കാര്യം എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആസ് എ ഡ്രൈവർ ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ ഡ്രൈവർ എനിക്ക് മീറ്റർ കൺസോൾ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മീറ്റർ കൺസോൾ എല്ലാം വന്നതിന് ഞാൻ ഹ്യുണ്ടായിയുടെ ഒരുപാട് അവരെ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. കാരണം ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇത്രയും ഫീച്ചർ ഫില്ലായിട്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള മീറ്റർ കൺസോളും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റും സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് കണക്ടിവിറ്റിയും ഐഫോൺ കണക്ടിവിറ്റിയും എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ഇതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് ഒരു 12 വോൾട്ട് ചാർജർ കാണാം, ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ കാണാം, അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു USB ഉണ്ട്. പിന്നെ ഈ ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പ്രീമിയംനെസ് ഒരുപാട് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡോറിൽ ആസ് യൂഷ്വൽ നമ്മുടെ വിൻഡോ അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇതെല്ലാം ഇവിടെ കാണാം. പിന്നെ ഇവിടെ തന്നെ ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടണും പിന്നെ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒരു ബട്ടണും കാണാം. പിന്നെ അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് വളരെ നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും, എങ്കിൽ അതിന്റെ ഒരു ഓവറോൾ ഫീല് നമുക്ക് കൊണ്ടുവരും. അങ്ങനെ എന്തോ അവിടെ ഉണ്ട്, അത് തീരെ പ്ലെയിൻ അല്ലാന്നൊരു ഫീൽ നമുക്ക് കൊണ്ടുവരും. അതുപോലെ ഒരു ഡിസൈൻ അവിടെയുണ്ട്. അതുകൂടാതെ ഈ ഡോറിന്റെ സൈഡിലും കണ്ടില്ലേ, ഇവിടെയും ഉണ്ട് അതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ട്. അപ്പൊ അങ്ങനെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കി കണ്ട് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പ്രീമിയംനെസ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സൺറൂഫും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ സൈഡ് പാസഞ്ചറിന് ഒരു ഹാൻഡിൽ ഹോൾഡറും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരു അറ്റൻഷൻ, ഒരു ഡിസൈൻ ക്യൂട്ട്നെസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വാരി വിതറിക്കുന്ന ഒരു വണ്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിന്റെ ഓൺ ബോർഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സൺറൂഫും തുറന്നു നോക്കാം. എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് സൺറൂഫ് എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്. കാണുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് സൺറൂഫ് എന്ന് പറയുന്നത്. അത് പണ്ട് ഈ ഒരുപാട് പ്രീമിയം ആയിട്ടുള്ള വണ്ടികളിൽ കൊണ്ടുവരുന്ന ഒരു ആഡംബര ഫീച്ചർ ആയിരുന്നു സൺറൂഫ്. പക്ഷെ ഇപ്പോൾ ഇതുപോലുള്ള വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് സത്യത്തിൽ ഹ്യുണ്ടായിക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓൺ ബോർഡ് വ്യൂ എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് സീറ്റിലോട്ട് പോവാം. ഇനി ബാക്ക് സീറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഗ് റൂം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഇത് വളരെ തൈ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റ് കൂടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റിനൊരു കുഴിവുണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് തൈ സപ്പോർട്ടും കുറച്ച് നമുക്ക് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് കാല് നീട്ടി വെച്ചിട്ടാണെങ്കിലും അല്ലാതെ മടക്കി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ തൈസിന്ന് നമുക്ക് ആ ഒരു സീറ്റിന്റെ ആ ഒരു അപ്പോൾസ്റ്ററി ശരിക്കും ഒരു വിട്ടുമാറുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇരിപ്പിനെ ഏത് രീതിയിൽ നമ്മൾ ഇരുന്നാലും അതിനോട് ചേർന്നിരിക്കത്തക്ക രീതിയിലൊരു ഡിസൈനാണ് സീറ്റിന് വന്നേക്കുന്നത്. പിന്നെ റിയർ AC ഉണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു 12 വോൾട്ട് ചാർജറും ഉണ്ട്. ഓക്കെ, അടുത്തായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ് റെസ്റ്റ് കണ്ടില്ലേ. ഇപ്പൊ മിക്ക കാറുകൾക്കും പുറകില് സീറ്റിന് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ഇതിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് ഇവരിപ്പോൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സീറ്റിന്റെ ഓവറോൾ വിഡ്ത്ത് വെച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം. പക്ഷെ നടുക്കൊരാളെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടിക്ക് ഇരിക്കാം, അത്രയും സ്പേസ് ആണ് ശരിക്കും സീറ്റിന്റെ ഒരു വിഡ്ത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പിന്നിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. 391 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വളരെ വിശാലമായിട്ടൊരു ബൂട്ട് സ്പേസ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ ഹാങ്ങേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ താഴെ എക്സ്ട്രാ വീലും കാണാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ. ആദ്യം നമുക്ക് ഇതിന്റെ റൈഡിംഗ് കംഫർട്ടിലോട്ട് വരാം. റൈഡിംഗ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ SUV ആണ്, പക്ഷേ ഒരു വലിയ വണ്ടിയുടെ ഫീല് നമുക്ക് അകത്തുനിന്ന് തരുന്നുണ്ട്. ഈ ഓൾമോസ്റ്റ് ഒരു ഡാഷിന്റെ ഒരു ഡിസൈൻ ആണെങ്കിലും ശരി, നമുക്ക് ആ ഒരു
ഇത്തിരി ഹൈറ്റിൽ നിന്ന് ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷേ സീറ്റിന്റെ കാര്യത്തിൽ സീറ്റ് കുറച്ച് ബക്കറ്റ് സീറ്റാണ് കേട്ടോ, കുറച്ച് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ വണ്ടി സിട്രോൺ C3 ആണ്. അപ്പം അതിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സീറ്റ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ്, നമുക്കൊരു കമാൻഡിങ് പൊസിഷനാണ് വരുന്നത്. പക്ഷെ ഇത് കമാൻഡിങ് പൊസിഷനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലോട്ടാണ് ഇതിന്റെ സീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ എത്ര പേർക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല. കാരണം ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചിലപ്പം ലോങ് റണ്ണിൽ കുറച്ച് ഒരു ക്രാംഡ് ഫീൽ തോന്നുമായിരിക്കാം. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വളരെ ലൈറ്റർ ആയിട്ടൊരു സ്റ്റിയറിംഗ് ആണ് ഇതിന്റെ. ശരിക്കും ഇതിന്റെ ഈ ഒരു സൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞിരുന്നത് ഇത് ഭയങ്കര കോമ്പാക്ട് ആയിട്ടൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ടേണിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഭയങ്കര ഫ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണെന്ന് അറിയാം. ചെറിയ സ്റ്റിയറിംഗ് ആണ്, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അത്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റിയറിംഗിന്റെ കാര്യം. പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ എ സി അത്യാവശ്യം നല്ല സ്ട്രോങ് ആട്ടോ. AC ഈ ചെറിയ ക്യാബിനാണ്, അത്ര ഞാൻ പറഞ്ഞല്ലോ ബാക്ക് സീറ്റിന്റെ ഒരു വിട്ട് വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും ഒരുപാട് വലിയ ക്യാബിനല്ല, ചെറിയൊരു ക്യാബിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ AC പെട്ടെന്ന് കൂളാവുന്നുണ്ട്. AC ഇടുമ്പോൾ നമ്മുടെ ക്യാബിൻ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. അത് മാത്രമല്ല ACയും അത്യാവശ്യം സ്ട്രോങ് ആണ്. ഞാനിപ്പോ 3ാമത്തെ പോയിന്റിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. പക്ഷേ 3ാമത്തെ പോയിന്റിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കൂളിംഗ് ആയി. ഇതിപ്പം അറിയാമല്ലോ, നമ്മുടെ ഈ ഒരു മിഡ് മാർച്ചിന്റെ ടൈം ആണെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. അപ്പൊ ആ ചൂട് കാലത്ത് പോലും ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റ് ആയി കാണും. പക്ഷെ ആ ഒരു ടൈമിൽ പോലും നല്ല കൂളിംഗ് ആണ് AC പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സർവീസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിലാണ്. അപ്പൊ ഫസ്റ്റ് സർവീസ് ആക്ച്വലി ഇതിനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് വണ്ടി 8 മാസം ആയെങ്കിൽ പോലും 5694 കിലോമീറ്റർ ആണ് ഇതുവരെ ഇത് ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ഓട്ടം വളരെ കുറവാണ്. പക്ഷേ ഫസ്റ്റ് സർവീസ് ആണെങ്കിലും വളരെ നീറ്റായിട്ട് ഒരു സർവീസ് ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു കംപ്ലൈൻസും പറയാനില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പവർ ഡെലിവറി ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ ലീനിയർ ആണ്. ഒരുപാട് ഇങ്ങനെ ചാടിക്കയറ്റവും ഇല്ല, എങ്കിൽ ഒരുപാട് അങ്ങ് ലാഗിങ്ങും ഇല്ല. അതിന്റെ ഒരു മിഡ് സെക്ഷനിൽ നിൽക്കും അത്. പിന്നെ പാഡി ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതിന്റെ പ്രൈസിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 9.7 ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇത്രയും ഫീച്ചർ ഫില്ലായിട്ട് ഇങ്ങനെ ഒരു മൈക്രോ SUV കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലെ ഒരു കാറിൽ ഫീച്ചറുകൾ ഒരുപാട് വലിച്ചിട്ടാണ് പല കമ്പനികളും കാർ ഇറക്കുന്നത്. പക്ഷെ ഇത് ഒരു പെർഫെക്റ്റ് വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയും. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്ക് അൾട്രാ റെസ്പോൺസീവ് ആട്ടോ. ഞാൻ ഇതുവരെ ഓടിച്ചതിൽ ഒരു പെട്ട വണ്ടികളിലെല്ലാം വെച്ചിട്ട് ഒരു സർപ്രൈസിംഗ്ലി റെസ്പോൺസീവ് എന്ന് തോന്നുന്ന ഒരു ബ്രേക്കാണിത്. കാരണം വണ്ടി ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചായി, ഏകദേശം 14,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. പക്ഷെ എന്നിരുന്നാലും വണ്ടിയുടെ ബ്രേക്കിങ് ഇപ്പോഴും ഭയങ്കര ക്രിസ്റ്റൽ ഷാർപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഹ്യുണ്ടായി S10ന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ ബൈ.